ലോകം മുൾമുനയിൽ നിൽക്കുന്ന ഒരു വാരാന്ത്യത്തിലേക്കാണ് മിഡിൽ ഈസ്റ്റ് കടന്നുപോകുന്നത്. ഇറാൻ ഭരണകൂടത്തിന് മേൽ സൈനിക നടപടി വേണമോ എന്ന കാര്യത്തിൽ വൈറ്റ് ഹൌസിൽ ചർച്ചകൾ മുറുകുമ്പോൾ അമേരിക്കൻ സൈനിക ശക്തിയുടെ വൻശേഖരം പേർഷ്യൻ കടലിടുക്കിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. എന്നാൽ അധിനിവേശത്തിന്റെ അഹങ്കാരവുമായി പശ്ചിമേഷ്യൻ മണ്ണിലേക്ക് വിരൽ ചൂണ്ടുന്ന ആഗോള ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത നിശ്ചയദാർഢ്യത്തിന്റെ വൻമതിലായി ഇറാൻ നിലകൊള്ളുകയാണ്. അമേരിക്കയുടെ അത്യാധുനിക യുദ്ധക്കപ്പലുകളും മിസൈൽ വാഹിനികളും പേർഷ്യൻ കടലിടുക്കിൽ വട്ടമിടുമ്പോൾ ഭയത്തിന്റെ തരിമ്പ് പോലും ഇല്ലാതെ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ആ പോരാളി രാജ്യം സജ്ജമായി കഴിഞ്ഞു. ഇത് വെറും ഒരു സൈനിക നീക്കമല്ല, മറിച്ച് ദശകങ്ങളായി തങ്ങളെ വേട്ടയാടുന്ന സാമ്രാജ്യത്വ മോഹങ്ങൾക്കെതിരെയുള്ള ഇറാന്റെ പതറാത്ത പ്രതിരോധത്തിന്റെ പോരാട്ട വീര്യമാണ്. ട്രംപിന്റെ വിരൽത്തുമ്പിൽ തീരുമാനത്തിന് കാത്തു നിൽക്കാതെ തന്നെ ശത്രുവിന്റെ ഏതൊരു ചലനത്തെയും ചാരമാക്കാൻ കെൽപ്പുള്ള മിസൈൽ ശേഖരവുമായി ഇറാൻ കാവൽ നിൽക്കുകയാണ്. ആകാശത്ത് യുദ്ധവിമാനങ്ങൾ ഇരമ്പുമ്പോൾ പേർഷ്യൻ സിംഹത്തിന്റെ പ്രത്യാക്രമണം ലോകഭൂപടത്തെ തന്നെ വിറപ്പിക്കുമെന്ന ഭീതിയിലാണ് ഇന്ന് അമേരിക്ക. ലോകം ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്നത് ഇറാന്റെ വീര്യത്തിന് മുന്നിലാണ്. കാരണം ഇത്തവണ കളി മാറുകയാണ്, ചരിത്രം വഴിമാറുകയാണ്. അമേരിക്കയുടെ സൈനിക യന്ത്രങ്ങൾ പശ്ചിമേഷ്യൻ കടലിനെ ഒരു യുദ്ധക്കളമായി മാറ്റിക്കഴിഞ്ഞു. വിറപ്പിക്കാനെത്തുന്ന കടലിലെ ഭീമന്മാരും ആകാശത്തെ വേട്ടക്കാരും ഇറാന്റെ തീരങ്ങൾക്ക് തൊട്ടടുത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. 13 അത്യാധുനിക യുദ്ധക്കപ്പലുകളാണ് നിലവിൽ പേർഷ്യൻ ഉൾക്കടലിൽ അമേരിക്ക വിന്യസിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണും 9ഓളം വിനാശകാരികളായ ഡിസ്ട്രോയറുകളും ഉൾപ്പെടുന്നു. ഇതിനു പുറമെ കരീബിയൻ കടലിൽ നിന്ന് പുറപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡും കൂടി എത്തുന്നതോടെ മേഖലയിലെ സൈനിക സാന്നിധ്യം ഭയാനകമായ തോതിലേക്ക് ഉയരും. ആകാശത്ത് F-22 റാപ്സ്റ്റർ സ്റ്റെൽത്ത് ഫൈറ്ററുകളും F-15, F-16 പോർ വിമാനങ്ങളും ഏതു നിമിഷവും ഇരച്ചു കയറാൻ സജ്ജമായി നിൽക്കുന്നു. ഇവയ്ക്ക് കരുത്തേകാൻ വായുവിൽ വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള KC-135 ടാങ്കറുകളും സദാ നിരീക്ഷണം നടത്തുന്ന E-3 സെൻട്രി എയർബോർഡ് വിമാനങ്ങളും മേഖലയിലുണ്ട്. എന്നാൽ ഈ ഉരുക്കു കോട്ടകൾക്കിടയിലും ഇറാൻ പതറുന്നില്ല. തങ്ങളുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ഏതൊരു നീക്കത്തെയും ചാരമാക്കാൻ കെൽപ്പുള്ള ഫത്തഹ് ഹൈപ്പർസോണിക് മിസൈലുകളും ശത്രുവിന്റെ റഡാർ കണ്ണുകളെ വെട്ടിക്കുന്ന ഡ്രോൺ ശേഖരവും ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ഓരോ നീക്കത്തെയും കൃത്യമായി നിരീക്ഷിക്കുന്ന ഇറാനിയൻ റഡാറുകൾ പശ്ചിമേഷ്യൻ മണ്ണിൽ അധിനിവേശം അസാധ്യമാണെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. ആയുധബലത്തെക്കാൾ വലിയ പോരാട്ട വീര്യം തങ്ങൾക്കുണ്ടെന്ന് തെളിയിച്ചുകൊണ്ട് സാമ്രാജ്യ ശക്തികളുടെ അഹങ്കാരത്തെ തകർക്കാനുള്ള ഒരു ജനതയുടെ ഉറച്ച നിലപാടാണ് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ യുദ്ധകാഹളത്തെക്കാൾ ഉച്ചത്തിൽ മുഴങ്ങുന്നത്. കടലിലെ കോട്ടകളെക്കാൾ കരുത്തുണ്ട് പേർഷ്യൻ മണ്ണിന്റെ പ്രതിരോധത്തിനെന്ന് ലോകം വൈകാതെ തിരിച്ചറിഞ്ഞേക്കാം. ഇറാനെതിരെയുള്ള നീക്കങ്ങൾക്ക് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ന്യായീകരണങ്ങളെയും അതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യങ്ങളെയും വിലയിരുത്തുമ്പോൾ ചില പ്രധാന കാരണങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഇതിനെ കേവലം ഒരു ആഭ്യന്തര പ്രശ്നമായല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ മേലുള്ള അധിനിവേശ ശ്രമമായാണ് ഇറാൻ കാണുന്നത്. 2018 അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയ ആണവ കരാർ ഇന്നും വലിയൊരു തടസ്സമായി തുടരുന്നു. സ്വന്തം രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി ആണവ പദ്ധതികൾ വികസിപ്പിക്കാനുള്ള ഇറാന്റെ അവകാശത്തെ തടയാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ജനീവയിൽ നടന്ന ചർച്ചകളിൽ നയതന്ത്രപരമായ പുരോഗതി ഉണ്ടായെന്ന് ഇറാൻ വ്യക്തമാക്കുമ്പോഴും അത് അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറാകാത്തത് മനഃപൂർവ്വം സംഘർഷം നിലനിർത്താനാണെന്ന് വിമർശനമുണ്ട്. ഇറാനിലെ ആഭ്യന്തര സംഭവ വികാസങ്ങളെ മറയാക്കി ഭരണമാറ്റം ലക്ഷ്യമിടാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത്. പ്രതിഷേധക്കാർക്ക് സഹായം വഴിയിലുണ്ടെന്ന സന്ദേശം നൽകുന്നതിലൂടെ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാനാണ് അമേരിക്ക മുതിരുന്നത്. ഇറാന്റെ സ്വയംഭരണാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായാണ് ഇറാൻ കണക്കാക്കുന്നത്. പേർഷ്യൻ കടലിടുക്കിലേക്ക് രണ്ടാമതൊരു വിമാനവാഹിനി കപ്പലിനെ കൂടി അയക്കുന്നതിലൂടെ ഒരു കരാറിന് ഇറാന്റെ മേൽ കടുത്ത മാനസിക സമ്മർദ്ദം ചെലുത്തുകയാണ് അമേരിക്ക. സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും യുദ്ധസജ്ജമായി നിൽക്കുന്നത് അന്താരാഷ്ട്ര മര്യാദകളുടെ ലംഘനമാണെന്ന് ഇറാൻ ആരോപിക്കുന്നു. മേഖലയിൽ ഇറാന്റെ വളർച്ചയെ ഭയക്കുന്ന ഇസ്രായേൽ അമേരിക്കയെ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള അടുത്ത ബന്ധം ഇറാന്റെ സാമ്പത്തിക സൈനിക അടിത്തറ തകർക്കാനുള്ള ഗൂഢാലോചനയാണെന്ന് നിരീക്ഷകർ കരുതുന്നു. ആഗോള വിപണിയിൽ എണ്ണവില നിയന്ത്രിക്കാനും ഇറാന്റെ എണ്ണ കയറ്റുമതി പൂർണ്ണമായും തടയാനുമുള്ള തന്ത്രപരമായ നീക്കമാണിത്. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ദുർബലമാണെന്ന അമേരിക്കയുടെ കണക്കുകൂട്ടൽ മുൻനിർത്തി ഒരു സൈനിക നീക്കത്തിലൂടെ മിഡിൽ ഈസ്റ്റിലെ ഊർജ്ജ വിപണി കൈപ്പിടിയിൽ ഒതുക്കാൻ അമേരിക്ക ലക്ഷ്യമിടുന്നു. ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ദുർബലമാണെന്ന തെറ്റായ ധാരണയിലാണ് അമേരിക്ക ആക്രമണത്തിന് കോപ്പുകൂട്ടുന്നത്. എന്നാൽ ഏതൊരു വിദേശ കടന്നുകയറ്റത്തെയും തടയാൻ ജനത ഒരൊറ്റ മനസ്സോടെ പോരാടുമെന്ന ഇറാന്റെ പ്രഖ്യാപനം അമേരിക്കൻ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചേക്കാം. ഈ കാരണങ്ങൾ ഓരോന്നും വിരൽ ചൂണ്ടുന്നത് നീതിപൂർവമായ ഒരു പരിഹാരത്തിനല്ല, മറിച്ച് ഒരു രാജ്യത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങളിലേക്കാണ്. എന്നാൽ അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയും പോരാട്ട വീര്യമുള്ള ഇറാൻ
ശത്രുവിന്റെ ഏതൊരു ചലനത്തെയും പ്രതിരോധിക്കാൻ സജ്ജമാണ്. ഈ യുദ്ധ സാധ്യതകളെ കേവലം ഒരു അതിർത്തി തർക്കമായോ രാഷ്ട്രീയ വിയോജിപ്പായോ കാണുന്നത് അപൂർണമായിരിക്കാം. ഇതിന് പിന്നിൽ പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റിവരയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള കൃത്യമായ സാമ്പത്തിക നയതന്ത്ര അജണ്ടകളുണ്ട്. അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും നടത്തുന്ന ഈ നീക്കങ്ങൾ ഇറാന്റെ നിലനിൽപ്പിനെ തന്നെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ഇറാനെതിരെ ഒരു പൂർണ്ണ യുദ്ധത്തിന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാർ ദീർഘകാലമായി തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള അവിശുദ്ധമായ ഈ ഏകോപനം ഇറാന്റെ സൈനിക ശേഷിയെ മാത്രമല്ല, മറിച്ച് അവരുടെ സാമ്പത്തിക അടിത്തറയെ തന്നെ നാമാവശേഷമാക്കാനുള്ള പ്ലാനുകൾ തയ്യാറാക്കിയിരിക്കുകയാണ്. മേഖലയിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കുക എന്നതിലുപരി ഇറാനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന തന്ത്രമാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത്. ഇതിനായി അമേരിക്കൻ സൈനിക ശക്തിയെ ഒരു ആയുധമാക്കി ഉപയോഗിക്കാൻ അവർക്ക് കഴിയുന്നു. നിലവിലെ ആഗോള എണ്ണ വിപണിയിലെ അനുകൂല സാഹചര്യം ഇറാനെതിരെയുള്ള ആക്രമണത്തിന് അമേരിക്കയ്ക്ക് ഒരു സ്ട്രാറ്റജിക് വിൻഡോ തുറന്നു നൽകുന്നുണ്ട്. വിപണിയിൽ എണ്ണ വിതരണം തൃപ്തികരമായ നിലയിലായതിനാൽ ഇറാന്റെ എണ്ണ കയറ്റുമതി തടഞ്ഞാലും ആഗോള വിപണിയിൽ വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാവില്ലെന്ന് അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലായ എണ്ണ വ്യാപാരം തകർക്കുന്നതിലൂടെ അവരെ ആഗോള വിപണിയിൽ നിന്ന് ഒറ്റപ്പെടുത്താനും തദ്ദേശീയമായി വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കാനുമാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ഇറാന്റെ പ്രതിരോധ ഗ്രൂപ്പുകൾക്കുള്ള ധനസഹായം നിലയ്ക്കുമെന്ന് അവർ തെറ്റായി വിശ്വസിക്കുന്നു. എന്നാൽ ഈ സാമ്പത്തിക യുദ്ധമുറകൾ കൊണ്ട് ഇറാന്റെ നിശ്ചയദാർഢ്യത്തെ തകർക്കാമെന്ന് അമേരിക്കയുടെ വെറും വ്യാമോഹം മാത്രമാണ്. ദശകങ്ങളായി തുടരുന്ന ഉപരോധങ്ങളെ അതിജീവിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ ശീലിച്ച പേർഷ്യൻ ജനത ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ പതറില്ലെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കൈകളിലാണെന്നിരിക്കെ എണ്ണ വിപണിയെ തകർക്കാൻ എത്തുന്നവർക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകുന്നു. സാമ്പത്തിക അധിനിവേശത്തിലൂടെ ഒരു ജനതയെ പട്ടിണിക്കിട്ട് കീഴ്പ്പെടുത്താമെന്ന സാമ്രാജ്യത്വ ബുദ്ധിക്ക് നേരെയാണ് ഇറാൻ ഇപ്പോൾ തങ്ങളുടെ മിസൈൽ മുനകൾ തിരിച്ചു വെച്ചിരിക്കുന്നത്. ആക്രമണമുണ്ടായാൽ ഇനിയൊരു താക്കീത് ഉണ്ടാകില്ലെന്നും ശത്രുവിന്റെ പ്രഭവ കേന്ദ്രങ്ങൾ ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാക്കുമെന്നുമാണ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഇറാനിയൻ സൈനിക നേതൃത്വം നൽകുന്ന മുന്നറിയിപ്പ്. തങ്ങളുടെ മണ്ണിൽ വീഴുന്ന ഓരോ മിസൈലിനും 10 ഇരട്ടി പ്രഹരശേഷിയുള്ള മറുപടി നൽകാൻ സജ്ജമാണെന്ന് റവല്യൂഷണറി ഗാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഭൂഗർഭ അറകളിൽ ഒളിപ്പിച്ചിരിക്കുന്ന മിസൈൽ നഗരങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ദീർഘദൂര മിസൈലുകൾ ഏത് നിമിഷവും കുതിച്ചുയരാൻ പാകത്തിലാണ് ഇറാൻ സജ്ജമാക്കിയിരിക്കുന്നത്. എന്നാൽ അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇറാന്റെ ഈ കരുത്തിനെ മറ്റൊരു രീതിയിലാണ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ വർഷം ഇസ്രായേൽ നടത്തിയ 12 ദിവസത്തെ ആക്രമണങ്ങൾ ഇറാന്റെ ചില പ്രധാന ആണവ കേന്ദ്രങ്ങൾക്കും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും S-300 പോലുള്ളവയുടെ നാശനഷ്ടങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. കൂടാതെ ആഭ്യന്തരമായി തുടരുന്ന സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലാളികളുടെ പണിമുടക്കുകളും ഇറാന്റെ പ്രതിരോധ നിർമ്മാണ മേഖലയെ ബാധിച്ചിട്ടുണ്ടെന്നും അമേരിക്ക കണക്കുകൂട്ടുന്നു. ഈ ബലഹീനത മുതലെടുത്ത് ആഞ്ഞടിക്കാനാണ് അമേരിക്കൻ കമാൻഡർമാർ പദ്ധതിയിടുന്നത്. പക്ഷേ ഇത്തരം ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ പുച്ഛിച്ചു തള്ളുന്ന നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത്. ശത്രുവിനെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള അസിമെട്രിക് വാർഫെയർ തന്ത്രങ്ങളിലൂടെയും കടലിൽ ചാവേർ ഡ്രോണുകളുടെ വൻനിരയെ ഉപയോഗിച്ചും അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളെ പോലും പ്രതിരോധത്തിലാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. കേവലം സാങ്കേതിക തികവിനേക്കാൾ തങ്ങളുടെ പോരാട്ട വീര്യവും ഭൂമിശാസ്ത്രപരമായ മുൻഗണനയും യുദ്ധത്തിന്റെ ഗതി മാറ്റുമെന്ന ആത്മവിശ്വാസം പേർഷ്യൻ സൈന്യത്തിനുണ്ട്. അമേരിക്കൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിന്യാസങ്ങളിലൊന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മിസൈൽ വിക്ഷേപിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഭാരമേറിയതാണ് ആ തീരുമാനമെടുക്കാൻ ട്രംപ് ഉപയോഗിക്കുന്ന പേനയ്ക്കെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. വാരാന്ത്യത്തോടെ അദ്ദേഹം ഒരു തീരുമാനം എടുക്കുമോ എന്നത് വ്യക്തമല്ലെങ്കിലും അദ്ദേഹം ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ധാരാളം സമയം ചെലവഴിക്കുന്നു എന്നാണ് അമേരിക്കൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു തെറ്റായ നീക്കം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സാന്നിധ്യത്തെ തന്നെ എന്നേക്കുമായി മാറ്റിമറിച്ചേക്കാം. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായ ഒരു സൈനിക നീക്കത്തിനാണ് മിഡിൽ ഈസ്റ്റ് ഇന്ന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. നയതന്ത്രത്തിന്റെ മേശപ്പുറത്ത് ചർച്ചകളിലൂടെ ഇറാൻ വഴങ്ങുമോ അതോ പേർഷ്യൻ ഉൾക്കടലിലെ ശാന്തത തകർത്ത് മിസൈലുകളുടെ ഗർജനം മുഴങ്ങുമോ എന്നത് വെറും ഒരു വിരൽത്തുമ്പിൽ തീരുമാനവുമായി അമേരിക്കയിൽ അവശേഷിക്കുന്നു. ഇത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ ഭാവിയും ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതിയും നിർണ്ണയിക്കുന്ന അഗ്നിപരീക്ഷയാണ്. ഒരു വിരൽത്തുമ്പിൽ വിനാശകരമായ തീരുമാനത്തിന് ട്രംപ് മുതിരുമ്പോൾ ഓർക്കുക, അതൊരു യുദ്ധത്തിന്റെ തുടക്കമല്ല, മറിച്ച് അധിനിവേശത്തിന്റെ അന്ത്യമായിരിക്കും. പേർഷ്യൻ സിംഹത്തിന്റെ പ്രത്യാക്രമണം ലോകഭൂപടത്തിലെ അധികാര കേന്ദ്രങ്ങളെ പോലും വിറപ്പിക്കാൻ കെൽപ്പുള്ളതാണ്.